ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നിശബ്ദ പ്രചാരണം ദിനത്തിൽ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആവേശകരമായ പ്രചരണത്തിനൊടുവിൽ പോളിംഗ് ബൂത്തിലേക്ക് നാളെ കേരളം പോകുന്നതെന്നാണ് പറയുന്നത്. ആദ്യഘട്ട വോട്ടെടുപ്പാണ് നടക്കുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു ഈ പ്രചരണഘട്ടത്തിലെല്ലാം തന്നെ മുന്നണികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. വലിയ പ്രതീക്ഷകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. നിരവധി വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരിക്കൽ കൂടി. എന്തായാലും ഈ ആദ്യഘട്ടം വരുമ്പോൾ ചില സാഹചര്യങ്ങളെല്ലാം തന്നെ നോക്കേണ്ടതുണ്ട്. വലിയ രീതിയിൽ തന്നെ വിമതശല്യം മുന്നണികൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ പ്രതിസന്ധിയാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മധ്യകേരളം ഉൾപ്പെടുന്ന മേഖല ചേർന്നതാണ് ഈ ആദ്യഘട്ടത്തിൽ വരുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പറയുമ്പോൾ അതിൽ മധ്യകേരളം ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായും പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്വാധീനം, അത് കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ഉണ്ടാകുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ LDFിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്വാധീനം തന്നെയായിരുന്നു. അത് വലിയ രീതിയിൽ തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നതെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്കുറി വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് LDF. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു സ്ഥാനം അത് വലിയ രീതിയിൽ തന്നെ തങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന കാര്യമടക്കമുണ്ട്. പല പഞ്ചായത്തുകളടക്കം ഭരിക്കുന്നത് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. ആ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കേരള കോൺഗ്രസ് എം ചില ജില്ലകളിൽ വഹിക്കുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. UDFിനെ സംബന്ധിച്ചും മുനിസിപ്പാലിറ്റികളിലടക്കം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണ അവർക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. അത് ഇക്കുറിയും അത് ഉണ്ടാകുമെന്നൊരു കാര്യം തന്നെയാണ് പറയേണ്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രചരണം, ചില വലിയ വിവാദ വിഷയങ്ങളടക്കം സംസ്ഥാന തലത്തിലെ വിഷയങ്ങൾ എല്ലാം തന്നെ ഈ പ്രാദേശിക തലത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു എന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട ആരോപണം, അതുമായി ബന്ധപ്പെട്ട കേസെടുത്ത കാര്യങ്ങളടക്കം എല്ലാ വിഷയങ്ങളും എല്ലാം തന്നെ പ്രാദേശിക തലങ്ങളിലെല്ലാം തന്നെ ചർച്ചയാവുന്ന എല്ലാം തന്നെ നമ്മൾ കൊണ്ടു. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും പ്രത്യാരോപണങ്ങളും എല്ലാം തന്നെ ഇക്കുറിയും മാറ്റമില്ലാതെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം നാളെയാണ്. നാളെ വോട്ടെടുപ്പ് നടക്കുന്നു. രാവിലെ 7 മണി മുതൽ പോളിംഗ് ആരംഭിക്കും എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുണ്ട് എന്നതാണ് പറയേണ്ടത്. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പോളിംഗ് നടക്കുന്നത്. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിൽ 595 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഇന്ന് ജനവിധി തേടുന്നത്. ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത് 471 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 39 മുനിസിപ്പാലിറ്റികളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കായി 11,168 വാർഡുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ഇതിൽ തിരുവനന്തപുരം ജില്ല നോക്കുകയാണെങ്കിൽ ആകെ 1,838, കൊല്ലം ജില്ലയിൽ 1,698, പത്തനംതിട്ടയിൽ 1,099, ആലപ്പുഴയിൽ 1,666, കോട്ടയത്ത് 1,611, ഇടുക്കിയിൽ 1,036, എറണാകുളത്ത് 2,220 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ എറണാകുളത്താണ് 2,220. കുറവ് നോക്കുകയാണെങ്കിൽ 1,036 അത് ഇടുക്കിയിലാണ് ഉള്ളതെന്നതാണ് പറയേണ്ടത്. 2020 ഈ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ 10,470 വാർഡുകൾ ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ വാർഡുകൾ കൂടുതലായി വന്നത് വിഭജനമടക്കം നടന്നു. പല പഞ്ചായത്തുകളിലും വാർഡുകൾ കൂടുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ 698 വാർഡുകളാണ് ഈ വാർഡ് വിഭജനത്തിന് ശേഷം ഇക്കുറി കൂടിയിട്ടുള്ളത് എന്നതും കൂടി നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ ഒന്നാം ഘട്ടം ജനവിധി തേടുന്നത് 36,630 സ്ഥാനാർത്ഥികളാണതിൽ 19,600 സ്ത്രീകളും പുരുഷന്മാർ നോക്കുകയാണെങ്കിൽ 17,056 പുരുഷന്മാരുമുണ്ട്. ഇതിൽ 2,544 സ്ത്രീ സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ട് എന്നതും കൂടി കാണേണ്ടതുണ്ട്. കൂടാതെ ഈ എറണാകുളം നോക്കുകയാണെങ്കിൽ വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഈ 2020 സംബന്ധിച്ച് എറണാകുളം എന്ന് പറയുന്നത്. അവരുടെ സാന്നിധ്യം അവിടെ വലിയ രീതിയിൽ വിപുലീകരിക്കുന്ന സ്ഥിതി ഇക്കുറി ഉണ്ടായെന്നതാണ് പറയേണ്ടത്. കൂടുതൽ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും 2020 മത്സരിക്കുന്നു എന്നതാണ് ഈ കുറിയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
886 വാർഡുകളിലാണ് അവർ ആകെ മത്സരിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിൽ 56 സീറ്റുകളിലും മത്സരിക്കുന്നു. 29 സീറ്റുകൾ വനിതകൾക്ക് നൽകിയെന്നതാണ് 2020 സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും സംസ്ഥാനത്ത് 2.84 കോടി വോട്ടർമാരിൽ ഒന്നാം ഘട്ടം 1,32,00,000 വോട്ടർമാരാണ് ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി പോകുന്നത്. ഇതിൽ 62.06 ലക്ഷം പുരുഷ വോട്ടർമാരും സ്ത്രീ വോട്ടർമാർ നോക്കുകയാണെങ്കിൽ 69.80 ലക്ഷം അങ്ങനെയാണ് ഉള്ളത്. ഇതിൽ 7.74 ലക്ഷം വനിതകൾ കൂടുതലുണ്ട്. കൂടാതെ എറണാകുളത്താണ് കൂടുതൽ വോട്ടർമാർ ഉള്ളത്. 26,47,066 പേരാണ് എറണാകുളത്ത് ഉള്ളത്. കുറവ് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിലാണ് 9,702 വോട്ടർമാരാണ് ഇടുക്കിയിലുള്ളത്. എന്തായാലും 7 ജില്ലകളിലായി 15,441 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. ഇതിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ ഉള്ളത് എറണാകുളത്താണ്. കുറവ് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ എറണാകുളത്ത് 3,025 ഇടുക്കിയിൽ 1,292 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ വലിയ സുരക്ഷയെല്ലാം ഉണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ എല്ലാ തവണയും ഉള്ളതുപോലെ തന്നെ ഈ CCTV ക്യാമറ അടക്കം ഉൾപ്പെടുത്തി വെബ്കാസ്റ്റിംഗ് അടക്കം ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ 2020 ഒരു സാഹചര്യം കൂടി നമുക്ക് ഒന്ന് നോക്കി പോകേണ്ടതുണ്ട്. ആ സാഹചര്യം കൂടി നോക്കുകയാണെങ്കിൽ 2020 തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിൽ മുനിസിപ്പാലിറ്റികളിൽ ഒഴികെ LDF-നായിരുന്നു വലിയ മേൽക്കൈ ഉണ്ടായിരുന്നത്. എറണാകുളം ഒഴികെ 6 ജില്ലാ പഞ്ചായത്തുകൾ LDF നേടുന്നൊരു സാഹചര്യമുണ്ടായി. തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ഭരണം പിടിച്ചപ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ UDF മുന്നിലെത്തെങ്കിലും വിമതരുടെയും സ്വതന്ത്രരുടെയും പിന്തുണയോടെ LDF ഭരണം കൈയടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെന്നും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായി LDF-ന് കഴിഞ്ഞു എന്നതും കഴിഞ്ഞ തവണത്തെ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ വലിയ മുന്നേറ്റമുണ്ടായി. പക്ഷേ ഈ മുനിസിപ്പാലിറ്റികളിൽ വലിയ മേൽക്കൈ UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. മുനിസിപ്പാലിറ്റികളിൽ UDF LDF-ന് പിന്തള്ളി 479 വാർഡുകൾ UDF നേടുകയുണ്ടായി. 2020 4,302 വാർഡുകൾ LDF നേടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ആ രീതിയിൽ വലിയ ഒരു മുന്നേറ്റം 2020 തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഒരു ചുരുക്കി നോക്കുകയാണെങ്കിൽ 7 ജില്ലകളിൽ LDF-ന് വലിയ നേട്ടം 2020 ഉണ്ടായത്. എറണാകുളം ഒഴികെ 6 ജില്ലാ പഞ്ചായത്തുകൾ LDF നേടി. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം, കൊല്ലം കോർപ്പറേഷനുകളിൽ LDF മുന്നിലെത്തി. കൊച്ചിയിൽ UDF മുന്നിലെത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ അവിടെ ഭരണം നേടാൻ കഴിഞ്ഞില്ലെന്നതാണ് പറയേണ്ടത്. കൂടാതെ മുനിസിപ്പാലിറ്റികൾ നോക്കുകയാണെങ്കിൽ പൊതുവെ നോക്കുകയാണെങ്കിൽ വലിയൊരു നേട്ടം മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസിനുണ്ടായി അല്ലെങ്കിൽ UDF-നുണ്ടായി എന്നതും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ എല്ലാം തന്നെ വലിയ സ്വാധീനമുണ്ടാകുന്നു. കൂടാതെ വലിയ വിവാദങ്ങളെല്ലാം തന്നെ ഈ STPയുടെ പിന്തുണ നേടി എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ടുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയെന്ന കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവുന്ന സാഹചര്യം. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ആ രീതിയിൽ കൂടുതൽ പഞ്ചായത്തുകൾ ഭരിക്കാനായി LDF-ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ മുന്നേറ്റം മുനിസിപ്പാലിറ്റികളിൽ UDF-ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് പറയേണ്ടത്. എന്തായാലും മുന്നണികളെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അതോടൊപ്പം തന്നെ BJP-യും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിലേക്ക് വരുന്നു എന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. പല മേഖലകളിലും തങ്ങൾക്ക് സ്വാധീനം നേടിയെടുക്കാൻ കഴിയും എന്നത് തന്നെയാണ് പറയേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെയാണ്. അവിടെ BJP-യാണ് ഭരിച്ചത്. പക്ഷേ ഇക്കുറി അവിടെ BJP-ക്ക് വലിയ വിവാദങ്ങളെല്ലാം തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് LDF-ഉം UDF-ഉം പറയുന്ന ഒരു കാര്യം. എന്തായാലും ഇക്കുറിയും ഭരണം തുടരുമെന്നൊരു കാര്യം തന്നെയാണ് അവിടെ ഈ നോക്കുകയാണെങ്കിൽ BJP നോക്കുകയാണെങ്കിൽ പറയുന്ന ഒരു കാര്യം. എന്തായാലും പാലക്കാട് വരുന്നത് 2ാം ഘട്ടത്തിലാണ്. അത് അടുത്ത ദിവസങ്ങളിലേക്കാണ് വരുന്നത്. ആദ്യ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് BJP സംബന്ധിച്ച് തിരുവനന്തപുരം തന്നെയാണ്. അവിടെ വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതേസമയം തന്നെ കോട്ടയം അടക്കമുള്ള ജില്ലകളിൽ വലിയ മേൽക്കൈ നേടാമെന്ന്, കോട്ടയം, ആലപ്പുഴ അടക്കമുള്ള ജില്ലകളിൽ വലിയ മേൽക്കൈ നേടാമെന്ന് LDF-ഉം കൂടാതെ UDF-ഉം പ്രതീക്ഷ വെക്കുന്നു. എന്തായാലും അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. ഇന്ന് വലിയ രീതിയിൽ തന്നെ നിശബ്ദ പ്രചാരണ ദിനത്തിൽ വലിയ അവസാന വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്ഥാനാർത്ഥികൾ എത്തി. കൂടുതൽ വോട്ടർമാർ നേരിൽ കാണാനുള്ള തിരക്കുകളെല്ലാം തന്നെ ആയിരുന്നു സ്ഥാനാർത്ഥികളെന്നും എടുത്തു പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തായാലും നാളെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുക. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളെല്ലാം ഉള്ളത്. ശരി.
ആവേശകരമായ കൊട്ടിക്കലാശത്തിനൊടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നാളെ നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. നിശബ്ദ പ്രചാരണ ദിനത്തിൽ വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ 595 തദ്ദേശ സ്ഥാപനങ്ങളിലായി 11,168 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. LDF